ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹാങ്ങിങ് വിൻകിയുടെ ഒരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ, അതുപോലെ തന്നെ എൻ്റെ പ്ലാന്റ്സ് അല്ല കേട്ടോ. ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിരുന്നില്ലേ, ഒരു സെയിൽ വീഡിയോ ഒക്കെ ചെയ്തിരുന്നില്ലേ, ആ ചേച്ചിയുടെ പ്ലാന്റാണ്, പീന ചേച്ചിയുടെ പ്ലാന്റാണ് കാണുന്നതെല്ലാം. അപ്പോൾ കുറച്ച് പ്ലാന്റ്സ് ഈ ഗ്ലാസ്സിലിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് റെഡി ആയിട്ടുണ്ട്. ഒരു 4 വെറൈറ്റി കളറുണ്ട്. നേരത്തെ നമ്മളതുപോലെ ഒരു 4 വെറൈറ്റി കളറാണ് സെയിൽ ചെയ്തിരുന്നത്. കണ്ടില്ല, ഇതൊക്കെ ഹാങ്ങിങ് വിൻകിയാണ് കേട്ടോ. ചേച്ചി ഇതുപോലെ തറയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തപ്പോൾ അത് വേറൊരു ഭംഗി, ഇതുപോലെ തറയിൽ ഇതുപോലെ സെറ്റ് ചെയ്തപ്പോൾ നല്ല വേറൊരു ഭംഗി, മൊത്തത്തിലൊരു പൂ വസന്തം തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് പ്ലാന്റ് സെറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കും. നല്ല ഭംഗിയായിട്ട് തന്നെ വിരിഞ്ഞ് നിൽക്കുകയും ചെയ്യും. ഇങ്ങനെ കണ്ടപ്പോൾ ഇത് കുറച്ചുകൂടി മനോഹരമായിട്ട് തോന്നുന്നു ഹാങ്ങിങ്ങിനെക്കാട്ടി അല്ലേ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നമുക്ക് പ്ലാന്റ് സെറ്റ് ചെയ്ത് വയ്ക്കാനൊക്കെ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നോക്കി, നല്ല വെയിലത്താണ് പ്ലാന്റ് ഇരിക്കുന്നത്. നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല വെയിലത്ത് തന്നെ ഈ പ്ലാന്റ് വെക്കണം കേട്ടോ. അപ്പോഴാണ് ഇതുപോലെ നിറച്ച് പൂക്കൾ ഉണ്ടാകുന്നത്. പിന്നെയെന്ന് വെച്ചാൽ പിന്നെ ചെയ്യേണ്ടത് വെള്ളത്തിൻ്റെ കാര്യം. ഒരുപാട് വെള്ളമൊന്നും അങ്ങനെ കോരി ഒഴിക്കേണ്ട, ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുത്താൽ മതിയേ. സൂര്യപ്രകാശവും വെള്ളവും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ പകുതി വിജയിച്ചു കേട്ടോ. ഇതുപോലെ പൂക്കളുണ്ടായി നിൽക്കും. പിന്നെയെന്ന് വെച്ചാൽ പച്ചച്ചാണകം കിട്ടുന്നവർക്ക് അതിൻ്റെ തെളി ഒഴിച്ച് കൊടുക്കാം. പിന്നെ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ NPK ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്താൽ നമ്മൾ പൂർണ്ണമായിട്ടും വിജയിച്ചു കേട്ടോ. ഇതുപോലെ അടിപൊളിയായിട്ട് നമ്മുടെ ഗാർഡനിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ ചേച്ചിയുടെ നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയേ. അപ്പോൾ പ്ലാന്റ് സൈസും റേറ്റും അതുപോലെ തന്നെ ഏത് കൊറിയറിലാണ് അയക്കുന്നത് എല്ലാ കാര്യങ്ങളും ചേച്ചി പറഞ്ഞു തരും. ഈ പ്ലാന്റ്സ് കൂടാതെ വേറെ കുറച്ച് പ്ലാന്റ്സൊക്കെ ഉണ്ട് കേട്ടോ ചേച്ചിയുടെ കയ്യിൽ. അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മതി, എല്ലാത്തിൻ്റെയും പിക്കും റേറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരുമേ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത്. കണ്ടില്ലേ, ഈ ഗ്ലാസ്സിലൊക്കെ ഇരിക്കുന്ന പ്ലാന്റാണ് കേട്ടോ. മിക്ക ഉള്ളതിലും ഫ്ലവറൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെയുള്ള പ്ലാന്റ്സാണ് അയച്ചു തരുന്നത്. പിന്നെ കുറച്ച് നമ്മുടെ ഗ്രൗണ്ട് വിൻകാസം അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ ഹാങ് ചെയ്തിട്ടേക്കുന്ന കുറച്ച് പ്ലാന്റ്സാണ്. ഇടയിലൊക്കെ നോക്കി എന്തുമാത്രം പൂക്കളാണ് ഇതുപോലെ നിറഞ്ഞു നിൽക്കുന്നത്. എപ്പോഴും പൂക്കളായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാനോ അങ്ങനെയൊന്നും തോന്നത്തില്ല. അതുപോലെ തന്നെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മുടെ അതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ചിട്ടും അതുപോലെ തന്നെ സീഡ് ഭാഗ്യമൊക്കെ നമുക്ക് തൈ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇപ്പം നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ പിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കും കേട്ടോ, നല്ല ചൂടാണല്ലോ. പിന്നെ മഴക്കാലത്തൊക്കെ ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തൈകളുണ്ടാകും. പക്ഷേ ഇപ്പോൾ ഈ ചൂടായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്കതിൻ്റെ സീഡൊക്കെ പാകി പുതിയ തൈകളൊക്കെ ഒത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ. ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്ത് അഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്താൽ ചേച്ചി പ്ലാൻസ് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.